നാർസിസ്റ്റ് വടയക്ഷികൾ 4 തരമുണ്ട്. അതിൽ മൂന്നാമത്തേതാണ് കൊടും ഭീകരി കള്ളിയങ്കാട്ട് നീലി മെഹുന. ആരംഭിക്കലാമ. ആദ്യത്തേത് ഗ്രാൻഡിയോസ് നാർസിസ്റ്റ്. ഇവള് എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, എന്നേക്കാൾ നല്ലത് ആരുമില്ല, എവിടെ പോയാലും ഞാനായിരിക്കണം ശ്രദ്ധാകേന്ദ്രം, എല്ലാരും എന്നെ പ്രശംസിക്കണം എന്നൊരു ലൈൻ ആയിരിക്കും. ഇവൾക്ക് പ്രിൻസസ് ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഇവള് നിന്നെ എടുത്ത് പഞ്ഞിക്കിടും. 2 കോവേർട്ട് നാർസിസ്റ്റ് ആണെങ്കിൽ അവൾ ഇൻട്രോവേർട്ട് ആയിരിക്കും. പബ്ലിക്കിലേക്ക് അധികം ഇറങ്ങാതെ അവളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കാനായിരിക്കും അവൾക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അവളുടെ കഥയിൽ അവളായിരിക്കും എപ്പോഴും വിക്ടിം, എക്സ് ടോക്സിക്, ഫാമിലി ടോക്സിക്, എല്ലാവരും അവളെ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. നീ രക്ഷകൻ വിജയ് ആയിട്ട് ഇറങ്ങും പെടും. 3 മാലിഗ്നന്റ് നാർസിസ്റ്റ്. ഇവർ അവരുടെ ശാരീരികവും സാമ്പത്തികവുമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മേൽ പറഞ്ഞ 2 നാർസിസവും കാണിക്കും. ഇവർക്ക് നിന്റെ വേദന കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് മാത്രമല്ല, നിന്നെ ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ച് നിന്റെ വേദന കണ്ട് ആസ്വദിക്കും. 4 കമ്മ്യൂണൽ നാർസിസ്റ്റ്. ഇവള് നാട്ടിലെ നല്ലവളായ ഉണ്ണിയായിരിക്കും. നാട്ടുകാരുടെ മുമ്പിൽ പെർഫെക്റ്റ് ഭാര്യ, അമ്മ, പള്ളിയിൽ 3 നേരം മുട്ടുകുത്തി എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. നാട്ടുകാർക്കെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുക്കും. എല്ലാം പ്രശംസയ്ക്കും അറ്റൻഷനും വേണ്ടി മാത്രം. വീട്ടിൽ ചെന്ന ഡോർ അടച്ചു കഴിഞ്ഞാൽ സൈക്കോപാത്ത്. ആണുങ്ങളും ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും പെരുമാറുന്നത്. പല മുഖമൂടികൾ, ഒരേ ഒരു പാറ്റേൺ, അതായത് നിന്നെ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് ഒരു അടിമയെ പോലെ കൊണ്ടു നടക്കുക. ഇനി നിന്റെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാൻ ബയോ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ശരിയാക്കാം.